നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ കമ്പനികളിലെ, കോർപ്പറേഷനിലെ, ബോർഡുകളിലേക്ക് നിലവിലുള്ള ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യത്തിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2025 ജൂലൈ 16 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേരള ഗസറ്റ് 2025 ജൂൺ 17 കേരള ഗസറ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനനുസരിച്ച് ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ 107/2025 ആണ്. കേരള ഗവൺമെന്റ് കീഴിലുള്ള വിവിധ കമ്പനികളിലെ, കോർപ്പറേഷനുകളിലെ, ബോർഡുകളിലൊക്കെ ആണ് നിയമനം. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് എന്നാണ് പോസ്റ്റിന്റെ പേര്. ശമ്പള സ്കെയിൽ അത് ബോർഡ് അനുസരിച്ച് വേരി ചെയ്യും. എല്ലായിടത്തും സെയിം ആയിരിക്കണമെന്നില്ല. പല കോർപ്പറേഷൻ ബോർഡുകളിലും ശമ്പള സ്കെയിൽ വ്യത്യാസം ഉണ്ടെന്നാലും മനസ്സിലാക്കും. അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ കേരള PSCക്ക് ആദ്യമായിട്ടാണ് അപേക്ഷിച്ച് 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 1 ടൈം രജിസ്ട്രേഷൻ, ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ കേരള PSCക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ റാങ്കിങ് തയ്യാറാക്കുന്നതിന് ഏകദേശം ഒരു കൊല്ലത്തോടെ വരും. പിന്നീട് അതിന്റെ വാലിഡിറ്റി പീരീഡിലുള്ള നിയമനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതായി കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഇതിലെ മെത്തഡ് ഓഫ് നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായം പറഞ്ഞത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുക. 2/1/1989 1/1/2007 ഈ 2 ദിവസം ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ SC/ST പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 5 വർഷവും, OBC-ക്കാരായ നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായതയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT അല്ലെങ്കിൽ അതേപോലെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGT, അതുപോലെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ തത്തുല്യമായ എഴുതിയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 10ാം ക്ലാസ് പാസ്സായിരിക്കും KGT ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. തെരഞ്ഞെടുക്കപ്പെടുന്നവരെ കമ്പനി റൂൾ അനുസരിച്ച് പ്രൊബേഷൻ ആയിരിക്കും. ഇതിൽ മാത്രമേ കൺഫർമേഷൻ ആകുമെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിക്കുന്ന ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.kerala.psc.gov.in എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ, ബേസിക് ഡീറ്റെയിൽസ്, പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊഫൈലിന്റെ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് പിന്നീട് എത്ര പോസ്റ്റുകൾ വേണമെങ്കിലും അപേക്ഷിക്കാനായിട്ട് കഴിയും. അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, അപ്ലൈ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ആദ്യമായിട്ട് ഈ പ്രൊഫൈൽ തയ്യാറാക്കാൻ നിങ്ങളുടെ റീസെന്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഏകദേശം 3 മാസം 3-നും 6-നും ഇടയിൽ എടുത്ത റീസെന്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ ഫോട്ടോ നിങ്ങളുടെ ID പ്രൂഫായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നായി മനസ്സിലാക്കുക. ഒരിക്കലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് 10 വർഷത്തേക്കാണ് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് കേരള PSCക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസൊന്നുമില്ല. അതുപോലെ നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കണം. അക്കാര്യം കൂടി മറന്നു പോകാതെ ചെയ്യണം. അതുപോലെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പ്രിന്റ് എടുത്ത് കുറിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം നിങ്ങളുടെ കേരള PSCയോട് ബന്ധപ്പെടണമെങ്കിൽ അത് പ്രയോജനം അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് മൈ ആപ്ലിക്കേഷൻസ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ ആധാർ ഉള്ളവരാണെങ്കിൽ ആധാറും കൂടെ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ID പ്രൂഫായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴോ ഇന്റർവ്യൂ വിളിക്കുമ്പോഴോ ഒക്കെ അത് ID പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഈ സെലക്ഷനോട് ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഉണ്ടെങ്കിൽ അത് എഴുതാൻ നിങ്ങൾ റെഡി ആയ ഒരു കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആ കൺഫർമേഷൻ കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ പരീക്ഷയുടെ 2 ആഴ്ച നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഒക്കെ ഓൺലൈൻ ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജൂലൈ 16 പ്രത്യേകം ശ്രദ്ധിക്കുക. www.kerala.psc.gov.in സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക്സ്.